ഓപ്പറേഷൻ ഉംകോറിന്റെ സത്യം എന്താണ്? ഓൾമോസ്റ്റ് 1000-ഓളം വാഹനങ്ങളാണ് ഭൂട്ടാനിൽ നിന്നും ഇല്ലീഗലായി ഇന്ത്യയിൽ കൊണ്ടുവന്ന് സെല്ല് ചെയ്തിരിക്കുന്നത്. അതിൽ 200-ഓളം വാഹനങ്ങൾ മാത്രമേ കേരളത്തിൽ വിൽപ്പന നടന്നിട്ടുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിലെ ഫിലിം സ്റ്റാർസിന്റെ വീടുകളിൽ മാത്രം ഓപ്പറേഷൻ ഉംകോറിന്റെ പേരിൽ റെയ്ഡ് നടന്നത്? മലയാളത്തിന്റെ അഭിമാനമായി ലാലേട്ടൻ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് വാങ്ങുന്ന അന്ന് തന്നെ എന്തിനായിരിക്കും കേരളത്തിൽ മാത്രം ഇങ്ങനെ ഒരു റെയ്ഡ്? ഇതിനുശേഷം നടത്തിയ പ്രസ് കോൺഫറൻസിൽ കസ്റ്റംസ് കമ്മീഷണർ ഭൂട്ടാനിൽ നിന്ന് വാഹനം കടത്തിയതിനൊപ്പം ഗോൾഡും ഡ്രഗ്സും ഒക്കെ ഇന്ത്യയിലേക്ക് കടത്തിയതായുള്ള സിവിയർ അക്യൂസേഷൻസും പറയുന്നുണ്ട്. പരിവാഹൻ വെബ്സൈറ്റ് ഹാക്ക് ചെയ്താണത്രേ വെഹിക്കിൾ ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്തത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ ആണ് പരിവാഹൻ വെബ്സൈറ്റ് ഹാൻഡിൽ ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി വോട്ട് ചോരി പ്രസ് മീറ്റ് നടത്തിയത് നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ലല്ലോ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് ഹാൻഡിൽ ചെയ്യുന്നതും നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ തന്നെയാണ്. ഇൻസൈഡർ ഹെൽപ്പ് ഇല്ലാതെ ഒരിക്കലും നടക്കില്ലാത്ത ഈ ഒരു കാര്യത്തിന് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിയ ഒരു കോമൺ സിറ്റിസൺ എങ്ങനെയാണ് ഉത്തരവാദിയാവുക? അത് മാത്രമല്ല, റൈറ്റ് വിൻ പ്രൊപ്പഗാൻഡയോട് ചേർന്ന് നിൽക്കുന്ന ഈ കസ്റ്റംസ് കമ്മീഷണർ പ്രസ് മീറ്റിനിടയ്ക്ക് അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഒന്നും തന്നെ പുറത്തു വിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടായിരിക്കും ഈ പ്രസ് മീറ്റിനിടയ്ക്ക് ഇദ്ദേഹം ഇറങ്ങിപ്പോയത്? ഭൂട്ടാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വാഹനങ്ങൾ കടത്തിയിട്ടുണ്ടെന്നും അത് സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ പോലും വാങ്ങിയിട്ടുണ്ടെന്നും കഴിഞ്ഞ ഓഗസ്റ്റിൽ തന്നെ മനോരമ അടക്കമുള്ള ന്യൂസ് പേപ്പറുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഓൾ ഓഫ് എ സഡൻ എന്തിനായിരിക്കും ഇങ്ങനെ ഒരു ഷോ? റീസൺസ് എന്തൊക്കെയാണെങ്കിലും തന്റെ വാഹനം വിട്ടുകിട്ടണമെന്ന് റിക്വസ്റ്റ് ചെയ്ത് ദുൽഖർ സൽമാൻ ഹൈക്കോടതിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. നിയമത്തിന്റെ വഴിയെ പോകാനാണ് 2 വാഹനങ്ങൾ നഷ്ടപ്പെട്ട അമിത് ചക്കാലക്കലിന്റെയും പ്ലാൻ. ഓപ്പറേഷൻ ഉംകോറിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഷെയർ ദിസ് ആൻഡ് ഫോളോ ഫോർ മോർ.